പ്രൈസ് ദി ലോർഡ്. സകലതും അവസാനിച്ചു. അതിപ്രിയ മക്കളെ, രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സകലതും അവസാനിച്ചു എന്ന് കരുതി തന്റെ അമ്മായിയമ്മയെ വിട്ടുപിരിയുന്ന ഓർപ്പയെയും മരണത്തിനല്ലാതെ നമ്മെ വെറുപിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ തന്റെ അമ്മായിയമ്മയോട് പറ്റിച്ചു നിൽക്കുന്ന രൂത്തിനെ നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും സകലതും അവസാനിച്ചു എന്ന് കരുതി ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ട് ആരെങ്കിലും തകർന്നിരിക്കുന്നുവെങ്കിൽ പ്രിയ മക്കളെ, ധൈര്യപ്പെടുക. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിപ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് സകലതും അവസാനിച്ചു എന്ന് കരുതി നാം വിധി എഴുതി ആയിരിക്കുന്ന വിഷയത്തിന് മധ്യേ ഈ ദിവസങ്ങൾ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പുതിയ ആരംഭത്തിലേക്ക്, പുതിയ തുടക്കത്തിലേക്ക്, ചില വാക്തത്വ നിവർത്തീകരണത്തിലേക്ക് ഈ ദിവസങ്ങൾ സർവശക്തനായ ദൈവം നമ്മെ കയറ്റും. അമ്മായിയമ്മയോട് പറ്റിച്ചേർന്ന രൂത്തിനെ പോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പറ്റിച്ചേർന്നായിരിക്കാൻ